മലയാളികളുടെ കുടിയേറ്റത്തിന് വർഷങ്ങളുടെ പഴമയുണ്ട്. ആദ്യം അത് കോട്ടയത്തു നിന്ന് കാസർഗോഡേക്കും, അതിനുശേഷം കർണാടകയിലേക്കും, അത് പിന്നീട് ബോംബെയിലേക്കും ഡൽഹിയിലേക്കുമായിരുന്നു. ശേഷം ശ്രീലങ്കയിലേക്കും ബർമയിലേക്കും മലേഷ്യയിലേക്കുമുള്ള കുടിയേറ്റം കാണാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ വലിയൊരു നാഴികക്കല്ലായിരുന്നു മലയാളിയുടെ കുടിയേറ്റം. അത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എത്താൻ തുടങ്ങി. കുടിയേറ്റം എന്ന് പറയുന്ന ഒരു പറിച്ചു നടലാണ്. അത് പലർക്കും പല കാരണങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് മാത്രം. കുടിയേറ്റം എന്ന് പറയുമ്പോൾ അവർ ശിഷ്ടകാലം മുഴുവൻ ആ രാജ്യത്തായിരിക്കും ഉണ്ടാവുക. ശേഷം അവർ അടുത്ത തലമുറയും ആ രാജ്യത്ത് തന്നെ തുടരുകയാണ് പതിവ്. ഗൾഫിലേക്ക് ഒത്തിരി പേര് പോയിട്ടുണ്ടെങ്കിലും അത് അവരുടെ ജോലി സംബന്ധമായിട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. അതൊരിക്കലും ഒരു കുടിയേറ്റമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അവരുടെ ജോലിക്ക് ശേഷം അവർ അവരുടെ സ്വന്തം നാടായ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ആദ്യകാലത്തെ കുടിയേറ്റം എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം തന്നെയായിരുന്നു. കാരണം ആ രാജ്യത്തെക്കുറിച്ച് ഒരു അറിവും ഇല്ലാതായിരുന്നു അന്നത്തെ കുടിയേറ്റം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ മലയാളികൾ ഏത് സ്ഥലത്ത് ചെന്നാലും അവർ കഠിനമായിട്ട് അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാരണം അവിടെ ഒരു നിലനിൽപ്പുണ്ടാക്കുകയും അതിനുശേഷം ആ രാജ്യത്ത് പിന്നീട് അവർ ശിഷ്ടകാലം മുഴുവൻ ജീവിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ആ രാജ്യത്തെത്തിയ പലരും ആ രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ ആ രാജ്യത്തെ പൗരത്വം സ്വീകരിച്ച ആളുകളെ സമൂഹം അവരെ കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് എന്നാണ്. എന്താണ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ്? എങ്ങനെയാണ് അവർ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയത്? അപ്പം ഈ കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരാണ് ഈ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ്? അങ്ങനൊരു വ്യക്തികളുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാർ മുഴുവൻ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് തന്നെയാണ്. നമുക്ക് ഇതൊരു ഉദാഹരണ സമയത്ത് നമുക്ക് പറയാനായിട്ട് നമുക്ക് നോർത്ത് അമേരിക്കയിലേക്ക് പോകാം. നോർത്ത് അമേരിക്കയിൽ എങ്ങനെയാണ് ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ് ഉണ്ടായത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന USA, കാനഡ, മെക്സിക്കോ എന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇത് നോർത്ത് അമേരിക്ക മുഴുവൻ ഒരു തരിശായിട്ടുള്ള ലാൻഡായിരുന്നു. ആ ലാൻഡിൽ 25,000 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ പോലും അതിന് യാതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളും ലഭിച്ചിട്ടില്ല. എന്നാൽ 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതിന് തക്കതായ തെളിവുകൾ ഫോസിൽ രൂപത്തിൽ കിട്ടുകയുണ്ടായി. അങ്ങനെ 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ജനങ്ങൾ എങ്ങനെ വന്നു? നമുക്കറിയാം, ഏഷ്യ എന്ന് പറഞ്ഞ കോണ്ടിനെൻറ്റിൽ കണക്റ്റഡാണ് യൂറോപ്പും ആഫ്രിക്കയും ഒക്കെ. നമുക്കിപ്പോൾ അറിയാവുന്നതാണ്, ഇപ്പോൾ ഒരു കൊച്ചിയിൽ നിന്ന് നമുക്കൊരു കാർ ഓടിച്ച് ലണ്ടനിലേക്ക് പോകാൻ പറ്റും. എന്നാൽ നോർത്ത് അമേരിക്ക ചുറ്റും കടലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അത് കാരണം വേറൊരു രാജ്യത്തു നിന്നോ വേറൊരു കോണ്ടിൽ നിന്നോ ആൾക്കാർക്ക് ഇവിടെ എത്താൻ പറ്റത്തില്ലായിരുന്നു 12,000 വർഷങ്ങൾക്ക് മുമ്പ്. കാരണം കപ്പലുകളും ഒക്കെ കണ്ടുപിടിച്ച് അതിന് വളരെ കാലം ശേഷമാണ്. പിന്നെ എങ്ങനെയാണ് നോർത്ത് അമേരിക്ക എന്ന രാജ്യത്ത് 12,000 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ എത്തിയത്? നോർത്ത് അമേരിക്കയിൽ ആൾക്കാർ വന്നത് എന്ന് ചരിത്രപരമായിട്ട് പറയപ്പെടുന്നത് റഷ്യയിലെ സൈബീരിയ എന്ന പ്രദേശത്തു നിന്നാണ്. മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, റഷ്യയിലെ സൈബീരിയയും നോർത്ത് അമേരിക്കയിലെ അലാസ്കയും തമ്മിൽ ചെറിയൊരു കടലിടുക്ക് മാത്രമേ ഉള്ളൂ. ആ കടലിടുക്ക് 12,000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറുതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം നമുക്കെല്ലാം അറിയാം, ഓരോ കോണ്ടിനെൻറ്റും ഇരിക്കുന്ന ഒരു പ്ലേറ്റിൻ്റെ പുറത്താണ് എന്നുള്ളത്. ആ പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നുണ്ട് എന്നും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്ലേറ്റുകളെല്ലാം അടുത്തിരിക്കുന്നത് കാരണം സൈബീരിയയിൽ നിന്ന് ആൾക്കാർക്ക് ഈസി ആയിട്ട് അലാസ്കയിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കടലിടുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ കടലിടുക്ക് ശൈത്യകാലത്ത് കുറച്ച് ഒരു ഐസ് പാളി പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ് പാളി കൂടെ സൈബീരിയയിൽ നിന്ന് ജനങ്ങൾ നടന്ന് നോർത്ത് അമേരിക്കയിലെ അലാസ്കയിൽ എത്തിപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതിനുശേഷം അവർ പച്ചപ്പ് കൂടിയ പല സ്ഥലത്തേക്കും അവർ മൈഗ്രേറ്റ് ചെയ്ത് അങ്ങനെയാണ് 12,000 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ ആദ്യമായി നോർത്ത് അമേരിക്കയിലേക്ക് എത്തുന്നത്. അങ്ങനെ അന്ന് വന്ന ജനങ്ങൾ പല രീതിയിലുള്ള നായാട്ടുമൊക്കെ നടത്തി നോർത്ത് അമേരിക്കയിൽ പതിയെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വന്നിട്ടുള്ള ജനങ്ങളെയാണ് ആദിമ മനുഷ്യർ എന്ന് പറയുന്നത്. ഇവരെയാണ് ഇൻഡിജിനസ് പീപ്പിൾ എന്നറിയപ്പെടുന്നത്. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ആ ജനങ്ങൾ 12ഓളം ഭാഷകൾ സംസാരിക്കുന്ന 50 ഗോത്രവർഗ്ഗങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്ന സമയത്താണ് 1200 വർഷങ്ങളായപ്പോഴത്തേക്ക് ഐസ്ലാൻഡ് എന്ന രാജ്യത്ത് നിന്നും വൈക്കിങ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആദ്യമായിട്ട് നോർത്ത് അമേരിക്കയിലേക്ക് എത്തുന്നത്. കാനഡയിൽ തന്നെയുള്ള ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന പ്രദേശത്ത് അവരെയാണ് ചെയ്തത്. അതിനുശേഷം അവിടെ ഒരു ഗ്രാമം സ്ഥാപിക്കുകയും ആ ഗ്രാമത്തിൻ്റെ അവശേഷം ഇന്നും കാനഡയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ആ നോർത്ത് അമേരിക്കയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് ഐസ്ലാൻഡിൽ നിന്നുള്ള വൈക്കിങ്സ് ആണ്. വൈക്കിങ്സ് നോർത്ത് അമേരിക്കയിൽ എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്
ഇപ്പോഴും വൈക്കിങ്സിൻ്റെ DNA ഈ കാനഡയിൽ നിന്നുള്ള ഇൻഡിജിനസ് പീപ്പിളിൻ്റെ ആദിമ മനുഷ്യരുടെ DNA സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ വൈക്കിങ്സ് അന്നിവിടെ നോർത്ത് അമേരിക്കയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡിജിനസ് പീപ്പിളിലെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെ അവരുടെ പരമ്പരകൾ വന്നപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രസൻ്റ് ആയിട്ടുള്ള പരമ്പരകളിലൊക്കെ ഇൻഡിജിനസ് പീപ്പിളിൻ്റെ DNA സ്ട്രാൻഡുകൾ അവൈലബിൾ ആണ് എന്ന് സയൻറ്റിഫിക്കായിട്ട് തെളിഞ്ഞതാണ്. അതുവഴി വൈക്കിങ്സ് ഇവിടെ വന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള തെളിവാണ്. പക്ഷേ പിന്നീട് വൈക്കിങ്സിന് ഈ ഗോത്രവർഗ്ഗക്കാരുമായിട്ടുള്ള യുദ്ധം ഉണ്ടാവുകയും അതിനുശേഷം ഈ വൈക്കിങ്സൊക്കെ തിരിച്ച് അവരുടെ സ്വന്തം രാജ്യമായ ഐസ്ലൻഡിലേക്ക് പോവുകയാണ് ചെയ്തത്. 1492 ആദ്യമായിട്ട് ഒരു ഇറ്റാലിയൻ നാവികനായിട്ടുള്ള ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ കണ്ടുപിടിക്കാൻ എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയ കൂട്ടത്തിൽ അദ്ദേഹം വഴിതെറ്റി വന്നാണ് നോർത്ത് അമേരിക്കയിൽ വന്ന് ലാൻഡ് ചെയ്തത്. അങ്ങനെയാണ് ആദ്യമായിട്ട് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. ആ കാലഘട്ടത്തിൽ യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നത് ഇന്ത്യയുമായിട്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള പലതരം സ്പൈസസും ഒക്കെ യൂറോപ്പിലേക്ക് ട്രേഡിംഗ് ആയിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അതിന് മാർഗമെന്ന് പറയുന്നത് ലാൻഡായിരുന്നു. അതായത് യൂറോപ്പിൽ നിന്ന് നടന്ന് ഇന്ത്യയിലെത്തി ഒരു സാധനം മേടിക്കുകയോ വിൽക്കുകയൊക്കെ ചെയ്ത് തിരിച്ച് യൂറോപ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പല രീതിയിലുള്ള അപകടങ്ങളും കവർച്ചകളും അതിനേക്കാൾ ഉപരി ചിലവ് ഭയങ്കര കൂടുതലുമായിരുന്നു. അപ്പോൾ ഇതിനൊരു വേറൊരു വഴി എന്നുള്ള രീതിയിലാണ് കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്താം എന്നുള്ള രീതിയിൽ പല നാവികരും അതിനുള്ള ശ്രമം നടത്തുകയുണ്ടായി. ഈ ശ്രമങ്ങൾ തന്നെ യൂറോപ്പിലെ പോർച്ചുഗീസും ഇറ്റലിയും സ്പെയിനും മുതലായ എല്ലാ രാജ്യങ്ങളും ഈ ഒരു പോരിലായിരുന്നു. അതായത് ആരാദ്യം ഇന്ത്യ കണ്ടുപിടിക്കും എന്നുള്ളൊരു പോര്. അങ്ങനെ പലതരം ശ്രമങ്ങൾ നടത്തുകയും അവസാനം നമുക്കെല്ലാം അറിയാവുന്ന പോലെ വാസ്കോ ഡ ഗാമ ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിക്കടന്ന് അവസാനം ഇന്ത്യയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ പോർച്ചുഗീസിന് മാത്രമേ ഇന്ത്യയിലേക്ക്, അതായത് ഈസ്റ്റ് സൈഡിലേക്ക് പോകാവൂ എന്നുള്ള ഒരു റൂൾ ഉണ്ടാക്കിയുണ്ടായി. കാരണം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെ മൊത്തമായിട്ട് അധികാരമെന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ കയ്യിലായിരുന്നു. അങ്ങനെ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം പോർച്ചുഗീസിന് മാത്രമേ ഈസ്റ്റിലേക്ക് പോകാവൂ എന്നൊരു നിയമം കൊണ്ടുവരികയുണ്ടായി. അതിൽ പ്രകാരം ബാക്കിയുള്ളവർക്കെല്ലാം വെസ്റ്റ് സൈഡിലേക്ക് മാത്രമേ യാത്രകൾ ചെയ്യാൻ പാടുള്ളായിരുന്നു. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരും മാർപ്പാപ്പയും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. ആ ബന്ധത്തിൻ്റെ പല വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് GR ഇന്ദുഗോപാലിന് എഴുതിയ ആനോ എന്ന ബുക്കിനകത്തുണ്ട്. ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള ഒരു ആനയെ അതിന് പ്രതിഫലമായിട്ട് മാർപ്പാപ്പയ്ക്ക് കൊടുത്തു എന്നുള്ളത്. ഈ ബുക്ക് വായിച്ചിട്ടില്ലാത്തവർ ഈ ബുക്കൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനത്തെ പല ചരിത്രപരമായിട്ടുള്ള അറിവുകളും ഈ ബുക്കിൽ കൂടി നേടാൻ സാധിക്കും. അങ്ങനെ ആ സമയത്ത് പോർച്ചുഗീസുകാരെല്ലാവരും ഈസ്റ്റ് സൈഡിലേക്ക് യാത്ര ചെയ്ത് ഇന്ത്യ കണ്ടുപിടിക്കാമെന്ന ലക്ഷ്യത്തോടു കൂടി യാത്ര ചെയ്യുകയും ചെയ്തു. ഈ സമയം ഇറ്റാലിയൻ നാവികനായിട്ടുള്ള ക്രിസ്റ്റഫർ കൊളംബസ് മനസ്സിലായി വെസ്റ്റ് സൈഡിലേക്ക് പോയാലും ഇന്ത്യയിലേക്ക് എത്താം എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം യാത്ര ചെയ്ത് തുടങ്ങുകയാണ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ നോർത്ത് അമേരിക്ക എന്നൊരു കോണ്ടിനെൻറ്റ് യൂറോപ്പിൻ്റെയും ഏഷ്യയുടെ ഇടയ്ക്ക് ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം പായ്ക്കപ്പൽ ഉപയോഗിച്ചിട്ട് വളരെയധികം ദിവസങ്ങളെടുത്ത് യാത്ര ചെയ്ത് ഒരു ദിവസം ഒരു ലാൻഡ് കണ്ടപ്പോൾ അവിടെ എത്തുകയാണ് ചെയ്തത്. അങ്ങനെ ആ എത്തിയ ലാൻഡ് അത് ഇന്ത്യയാണെന്ന് വിചാരിച്ച് അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യൻസിനെ പോലെ ഇരിക്കുന്ന ആൾക്കാരെ അദ്ദേഹം കാണുകയുണ്ടായി. അവരുടെ എല്ലാം മുഖത്ത് ഒരു തരം ചുമന്ന ചായം തേച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവരെ ആദ്യമായിട്ട് റെഡ് ഇന്ത്യൻസ് എന്ന് പേര് വിളിക്കാൻ തുടങ്ങി. ക്രിസ്റ്റഫർ കൊളംബസ് ഒരു രാജ്യം കണ്ടുപിടിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ഈ നോർത്ത് അമേരിക്ക എന്നൊരു സ്ഥലമുണ്ടെന്ന് ഭൂഖണ്ഡത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് വർഷങ്ങൾക്ക് ശേഷം 1497 ജോൺ കബോട്ട് എന്ന മറ്റൊരു ഇറ്റാലിയൻ നാവികൻ ഇംഗ്ലണ്ട് രാജാവായിട്ടുള്ള ഹെൻറി 7 സ്ഥലമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം 1534 ആയപ്പോഴത്തേക്കും ഫ്രാൻസിൻ്റെ രാജാവായിട്ടുള്ള കിങ് ഫ്രാൻസിസ് 1 നിർദ്ദേശപ്രകാരം ജാക്ക് കാർട്ടിയർ എന്നൊരു മറ്റൊരു നാവികൻ ഇതേപോലെ തന്നെ നോർത്ത് അമേരിക്കയിലെ ക്യൂബക് എന്ന് പറഞ്ഞ പ്രൊവിൻസിലെത്തുകയും ആ പ്രദേശം മുഴുവൻ രാജാവിൻ്റെ അധികാരത്തിലുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം യൂറോപ്പിൽ നിന്നുള്ള പല നാവികരും ഇതേപോലെ തന്നെ നോർത്ത് അമേരിക്കയിൽ എത്തുകയും അവരുടെ ഓരോരോ പ്രദേശങ്ങൾ അവരവരുടെ സ്ഥലങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ കാനഡയിലെ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൻസിനെ നമുക്ക് 3 തരംതിരിക്കാം. ഫസ്റ്റ് നേഷൻസ്, ഇനുയിറ്റ്, മേറ്റിസ്. ഈ ഫസ്റ്റ് നേഷൻസും ഇനുയിറ്റും എന്ന് പറഞ്ഞ ആൾക്കാർ ആദ്യമേ ഈ നോർത്ത് അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാൽ പിന്നീട് വന്ന യൂറോപ്യൻ സെറ്റിലേഴ്സ് പലരും
ഈ പറഞ്ഞ ഫസ്റ്റ് നേഷൻസ് ആൾക്കാരുള്ള പല സ്ത്രീകളെയും കല്യാണം കഴിക്കുകയും അതിനുശേഷം അവർ ഫാമിലിയായിട്ട് ഈ നോർത്ത് അമേരിക്കയിൽ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. പിന്നീട് അവർക്കുണ്ടായ സെക്കൻഡ് ജനറേഷൻ ആൾക്കാരെയാണ് മേറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന ഫസ്റ്റ് നേഷൻസും ഇനുയിറ്റും മേറ്റീസും എല്ലാം ചേരുന്നതാണ് കാനഡയിലെ ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇവരെല്ലാം ചേരുന്നതാണ് ഈ നോർത്ത് അമേരിക്കയിലെ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ് എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുകൾ പ്രകാരം കാനഡയിലുള്ള വെറും 5% ആൾക്കാർ മാത്രമേ ഈ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ടുള്ളവരുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഈ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. കാനഡയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ പൂർവികർ അവർ ഫ്രാൻസിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയവരാണ്. ഇപ്പോഴത്തെ ഒപ്പോസിഷൻ പാർട്ടി ലീഡറും എന്നാൽ അടുത്ത പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പിയർ പൊലീവർ, അദ്ദേഹത്തിൻ്റെ പൂർവികർ അയർലൻഡിൽ നിന്ന് കുടിയേറിയവരാണ്. ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ അറിയാം US പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിൻ്റെ പൂർവികർ ജർമ്മനിയിൽ നിന്ന് കുടിയേറിയവരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് USഉം കാനഡയും ഭരിക്കുന്ന പ്രധാന നേതാക്കന്മാരെല്ലാം അവരുടെ പൂർവികർ പല രാജ്യത്തു നിന്നും മൈഗ്രേറ്റ് ചെയ്ത് കാനഡയും USഉം പോലത്തെ രാജ്യത്തിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണ്. നോർത്ത് അമേരിക്കയിലുള്ള ആരാണ് ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ് എന്നും സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് എന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.